ഹായ്, വെൽക്കം ടു എജുബ്ലിറ്റ്സ് ലേണിംഗ്. NCT എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വന്നു. ഇനി നമ്മൾ എങ്ങനെ അഡ്മിഷൻ നേടും? ഇതിനെക്കുറിച്ച് പല വിദ്യാർത്ഥികളും നേരത്തെ ചോദിച്ചിട്ടുണ്ട്, ഇപ്പോഴും അത് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ആദ്യമായി, നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയാണ്, അതല്ലെങ്കിൽ ഏത് IIT-യിലാണ്, NIT-യിലാണ്, അതല്ലെങ്കിൽ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ, ഇത്തരം സ്ഥാപനങ്ങളുണ്ട്. അവിടെ എവിടെയാണ് നിങ്ങൾ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ആദ്യമായി തീരുമാനിക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് റിസൾട്ട് വന്നത് മുതൽ ഓരോ ദിവസവും അതിൻ്റെ വെബ്സൈറ്റ് പോയി നോക്കുക. വെബ്സൈറ്റിൽ ഈ ITP പ്രോഗ്രാമിനെ കുറിച്ച് പുതിയ നോട്ടിഫിക്കേഷൻ വരും, അവരുടെ ആപ്ലിക്കേഷൻ ക്ഷണിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ റെഗുലറായി നിങ്ങൾ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായി പറയാനുള്ളത്. എന്നും നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെയോ അതല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളുടെയോ വെബ്സൈറ്റ് ചെക്ക് ചെയ്യാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ പ്രധാനപ്പെട്ട ചില ഡേറ്റുകൾ, അതായത് യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ അവരുടെ വെബ്സൈറ്റിൽ പ്രധാനപ്പെട്ട ചില ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ടാവും. ഒന്നാമതായിട്ട് ഓപ്പണിംഗ് ഓഫ് കൗൺസിലിംഗ് പോർട്ടൽ. അവർ ഈ കൗൺസിലിംഗ് പോർട്ടൽ ഓപ്പൺ ചെയ്യും. അതുമുതൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തു തുടങ്ങാം. മനസ്സിലാക്കേണ്ടത്, കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുണ്ടാവുകയുള്ളൂ. അതിനൊരു ലാസ്റ്റ് ഡേറ്റ് ഉണ്ടാവും. ആ ലാസ്റ്റ് ഡേറ്റ് അറിഞ്ഞു വെക്കണം. അതിനു മുമ്പ് തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ അതിന് എന്തൊക്കെ ഡോക്യുമെൻസുകളാണ് നിങ്ങളുടെ അടുത്ത് വേണ്ടത്, അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഉടനെ തന്നെ ഞങ്ങൾ നേരത്തെ ചെയ്ത ആ വീഡിയോ കാണുക. അതിലെന്തൊക്കെ ഡോക്യുമെൻസുകളാണ് വേണ്ടത് തീർച്ചയായും അത് നോക്കി വെക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഉടനെ തന്നെ അവ ഉണ്ടാക്കി വെക്കുക. കാരണം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ അത് നിർബന്ധമായും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. പിന്നീട് ഡിസ്പ്ലേ ഓഫ് ലിസ്റ്റ് ഓഫ് സെലക്റ്റഡ് കാൻഡിഡേറ്റ്സ്. നിങ്ങൾ ഈ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ സ്ഥാപനങ്ങളൊക്കെ ഒരു സെലക്റ്റഡ് കാൻഡിഡേറ്റ്സിൻ്റെ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ അതിൻ്റെ ഫീ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് അലോട്ട് ചെയ്ത സീറ്റ് എന്ത് ചെയ്യുക, സ്വീകരിക്കുക. കാരണം നിങ്ങൾ ഫീ അടച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ഫീ അടച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇത് ആക്സെപ്റ്റ് ചെയ്തു എന്ന് യൂണിവേഴ്സിറ്റിക്കും മറ്റുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ മനസ്സിലാവുകയുള്ളൂ. പിന്നീട് നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ റിപ്പോർട്ടിംഗ് ഡേറ്റ് ഉണ്ടാവും. അതായത് നിങ്ങൾ അവിടെ നേരിട്ട് ചെല്ലേണ്ട ഒരു ഡേറ്റ് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ അവിടെ ചെന്നിട്ടില്ലെങ്കിൽ, അതായത് നിങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റുമായിട്ട് അവിടേക്ക് ചെന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സീറ്റ് നഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട ഡേറ്റുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫിസിക്കൽ റിപ്പോർട്ടിങ്ങിന് ശേഷമാണ് എന്നാണ് ക്ലാസ് തുടങ്ങുക എന്നുള്ളത് അവരുടെ വെബ്സൈറ്റുകളിലൊക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം NIT-യിൽ നടന്ന അഡ്മിഷൻ പ്രൊസീജിയേഴ്സാണ്. സ്വാഭാവികമായിട്ട് ഇതിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ചില മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ വരും. തീർച്ചയായും ഈ രീതിയിൽ തന്നെയാണ് വരാൻ സാധ്യതയുള്ളത്. എങ്കിലും വെബ്സൈറ്റ് കൃത്യമായിട്ട് നോക്കുക. ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി കൃത്യമായി അതിൻ്റെ ഡേറ്റിന് തന്നെ ചെയ്ത് തീർക്കുക. എന്നാൽ മാത്രമേ നിങ്ങളുടെ അഡ്മിഷൻ പ്രൊസീജിയർ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത്തരം ഡോക്യുമെൻസുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ കരുതണം. അതിൻ്റെ സമയത്തിന് തന്നെ അത് സബ്മിറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മുടെ അഡ്മിഷനൊക്കെ സ്മൂത്തായിട്ട് നടക്കുകയുള്ളൂ. തീർച്ചയായും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ചിത്രം ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.